സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സാജൻ സ്കറിയയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇപ്പോൾ ഇൻകം ടാക്സിന് കൊടുത്ത കഴിഞ്ഞ വർഷത്തെ റിട്ടേണിൽ 3,70,00,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. ഇങ്ങനെ വരുമാനമുള്ളവനെ പിടിച്ച് ജയിലിലാക്കിയാൽ ഇതിൽ ജാമ്യം പോലില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, 66F ഇട്ടുകൊണ്ട് ഈ കേസ് FIRൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ സാജൻ സ്കറിയയ്ക്ക് ജാമ്യമില്ല. 14 കൊല്ലം ഇംപ്രിസ്മെൻ്റാണ്. 6 മാസത്തിനുള്ളിൽ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സാജൻ സ്കറിയയുടെ ആളുകൾ ഈ MR അജിത് കുമാറിനെ സ്വാധീനിച്ചു. 2 കോടി രൂപ ഓഫർ ചെയ്തു, 1 കോടി രൂപ കൊടുത്തു, പിന്നെ ഒരു 50 ലക്ഷം കൊടുത്തു. ഇപ്പോൾ അന്ന് സാജൻ സ്കറിയയുടെ ഇടയാളുകൾ ഓഫർ ചെയ്ത 50 ലക്ഷം കൊടുത്തിട്ടില്ല. ആ തർക്കം നടക്കുകയാണ്. ഇതൊക്കെ വിശദീകരിക്കപ്പെടും. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ പോലീസിലെ ഒരു ചെറിയ വിഭാഗത്തെ ഈ ക്രിമിനലൈസ് ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത് ഈ അജിത് കുമാർ തന്നെയാണ്. ഈ ഗവൺമെൻറ്റിനെ ഈ കോലത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല ഘട്ടങ്ങളിലും ഗവൺമെൻറ്റും പാർട്ടിയും പ്രതിസ്ഥാനത്താകാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളും നിലപാടുകളുമാണ്.